നമസ്കാരം. കേട്ടറ്റ് HSA പരിശീലനത്തിലേക്ക് സ്വാഗതം. മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് ധാരാളം മെത്തേഡ്സ് ഉണ്ടെന്നും അത് 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ് എന്നിവയായിരുന്നു അവ. സബ്ജക്റ്റീവ് മെത്തേഡ്സും ഒബ്ജക്റ്റീവ് മെത്തേഡ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വരുന്നത് പ്രൊജക്റ്റീവ് മെത്തേഡ്സാണ്. പ്രൊജക്റ്റീവ് മെത്തേഡ്സ് എന്തെന്ന് നമുക്ക് നോക്കാം. We have studied various methods used to measure personality, but their limitation is that the unconscious mind cannot be studied. Projective technique is a technique that brings a person's feelings and thoughts unconsciously. വ്യക്തിത്വമാപനത്തിന് അല്ലെങ്കിൽ വ്യക്തിത്വം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ അബോധ മനസ്സിനെ പഠനവിധേയമാക്കാൻ കഴിയില്ല എന്നത് അവയുടെ പരിമിതിയായിരുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ മനോവികാരങ്ങളെയും ചിന്തകളെയും ബോധപൂർവമല്ലാതെ പുറത്തേക്ക് കൊണ്ടുവരുന്നവയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്. Projective technique is a technique that brings a person's feelings and thoughts unconsciously. Projective technique help to identify attitudes, conflicts, interests and other traits that forgotten. വ്യക്തിയുടെ മനോവികാരങ്ങളെയും ചിന്തകളെയും ബോധപൂർവമല്ലാതെ പുറത്തേക്ക് കൊണ്ടുവരുന്ന തന്ത്രമാണ് പ്രൊജക്റ്റീവ് ടെക്നിക്. മനോഭാവങ്ങൾ, സംഘർഷങ്ങൾ, താൽപ്പര്യങ്ങൾ, മറന്നുപോയ മറ്റു സ്വഭാവ സവിശേഷതകൾ എന്നിവ തിരിച്ചറിയാൻ പ്രൊജക്റ്റീവ് ടെക്നിക് സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പലതരം ചിത്രങ്ങൾ, പ്രസ്താവനകൾ, അവ്യക്ത ബിംബങ്ങൾ, രൂപങ്ങൾ എന്നിവ കാണിച്ച് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകൾ, വികാരങ്ങൾ, അഭിപ്രേരണ എന്നിവയെ ബോധപൂർവമല്ലാതെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നവയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്രസെപ്ഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇവയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. It was developed by Hermann Rorschach in 1921. This is the test that uses the ink blots obtained by shaking the ink on a piece of paper and folding it in half. Looking at this ink blot, child tells only what he sees in his imagination, and his responses reveal many of his personality traits. ഒരു കടലാസിൽ മഷി കുടഞ്ഞിട്ട് രണ്ടായി മടക്കിയാൽ കിട്ടുന്ന മഷിയൊപ്പ് രൂപം ഉപയോഗിച്ചുള്ള പരീക്ഷയാണിത്. ലുക്കിംഗ് അറ്റ് ദിസ് ഇങ്ക് ബ്ലോട്ട്സ്, ഹി ടെൽസ് ഓൺലി വാട്ട് ഹി സീസ് ഇൻ ഹിസ് ഇമാജിനേഷൻ and his responses reveal many of his personality traits. ഈ മഷിരൂപങ്ങൾ നോക്കി അവൻ്റെ ഭാവനയിൽ കാണുന്നത് മാത്രമേ അവൻ പറയുകയുള്ളൂ. അവൻ്റെ ഈ പ്രതികരണങ്ങൾ വ്യക്തിത്വ സവിശേഷതകളെ വെളിപ്പെടുത്തുന്നവയായിരിക്കും. നെക്സ്റ്റ്, തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്, ടാറ്റ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മോർഗൻ ആൻഡ് മുറേ ഇൻ 1935. The test material consists of 30 pictures which portray human beings in a variety of actual life situations. The subject is asked to interpret the pictures by telling a story about each. The child assimilates into any of the characters in the story. Thus it becomes an autobiography. മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ ചിത്രീകരിക്കുന്ന 30 ചിത്രങ്ങളാണ് ഈ ടെസ്റ്റിൻ്റെ മെറ്റീരിയൽ. ഓരോ ചിത്രത്തിലെയും വിഷയത്തെ കഥ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു. കുട്ടി
കഥയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രമായി തന്മയീഭാവം നേടുകയും അങ്ങനെ എഴുതുന്ന കഥ ആത്മകഥയായി മാറുകയും ചെയ്യുന്നു. തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റിൽ കുട്ടിയുടെ വികാരങ്ങൾ, മോഹങ്ങൾ, അഭിപ്രേരണകൾ തുടങ്ങി ഇച്ഛാപൂർവം വെളിവാക്കാൻ കുട്ടി ഇഷ്ടപ്പെടാത്ത പലതും ഇതിലൂടെ പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ വിക്ഷേപിക്കുന്നു. നെക്സ്റ്റ് വരുന്ന ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. പദാനുബന്ധ പരീക്ഷ എന്നാണ് ഇതിൻ്റെ മലയാളം വേർഡ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ CGU and is mainly used for the diagnosis of behavior disorder. The technique consists of a number of words selected from areas of conflicts such as school, home, community, etc. The subjects are asked to speak out the first word that comes to his mind as soon as the examiner speaks one. The reaction time and responses are noted, which reveal the inner feelings of the child. സ്കൂൾ, വീട്, കമ്മ്യൂണിറ്റി മുതലായ കോൺഫ്ലിക്റ്റഡ് ഏരിയയിൽ നിന്നുള്ള നിരവധി വാക്കുകൾ ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റിൽ അടങ്ങിയിരിക്കുന്നു. കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ വാക്ക് സംസാരിക്കാൻ ടെസ്റ്റ് ആവശ്യപ്പെടുന്നു. ഈ പ്രതികരണ സമയവും പ്രതികരണങ്ങളും ശ്രദ്ധിച്ച് കുട്ടിയുടെ ഇന്നർ ഫീലിങ്സ് വെളിപ്പെടുത്തുന്നു. വൈകി വരുന്ന റെസ്പോൺസസ് കോംപ്ലക്സുകളോ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഈ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് CGU വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും ബഹിർമുഖമെന്നും ഉഭയമുഖമെന്നും വിഭജിച്ചത്. നെക്സ്റ്റ് Children Apperception Test CAT. It is developed by Bellac and is meant for children between 3 to 11 years. It consists of 10 cards each containing pictures of animals in various life situations. The child is asked to tell a story based on the pictures, and whatever story child makes, he projects himself. 3 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടി ലിയോപോൾഡ് ബെല്ലാക് വികസിപ്പിച്ചെടുത്തതാണ് ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ്. യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട മൃഗങ്ങളുടെ ചിത്രങ്ങളടങ്ങിയ 10 കാർഡുകളാണ് ഇതിലുള്ളത്. ഈ കാർഡുകൾ ഓരോന്നായി നൽകുന്ന മുറയ്ക്ക് അവയെ ആധാരമാക്കി കഥകൾ രചിക്കാൻ കുട്ടിയോട് ആവശ്യപ്പെടുന്നു. കഥയുടെ ഉള്ളടക്കം പിതൃസ്ഥാനീയരോടുള്ള കുട്ടിയുടെ മനോഭാവം, ഉത്കണ്ഠയുടെ സ്വഭാവം, ആത്മവിശ്വാസം, ഉപയോഗിച്ചിരുന്ന ഭാഷ, കഥ പൂർത്തിയാക്കാനെടുത്ത സമയം എന്നിവ നോക്കി കുട്ടിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് Children's Apperception Test developed by Bellac. Next, Sentence Completion Test. വാചക പൂർത്തീകരണ പരീക്ഷ. It contains a list of incomplete sentences. The child is asked to go through the list and complete the sentence as quickly as possible without giving a second thought to his answer. He completes each sentence in his own way, from which the teacher gets an idea about the personality traits of child. അപൂർണമായ വാക്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഈ ടെസ്റ്റിൽ ഉൾപ്പെടുന്നത്. കുട്ടിയോട് ഈ ലിസ്റ്റ് ശ്രദ്ധിച്ച് വാചകം എത്രയും വേഗം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നു. അവൻ ഓരോ വാക്യവും അവൻ്റേതായ രീതിയിൽ പൂർത്തിയാക്കുന്നു. ഇതിൽ നിന്നും കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ച് അധ്യാപകന് ഒരു ഐഡിയ ലഭിക്കുന്നു. അവൻ ഓരോ വാക്യവും അവൻ്റേതായ രീതിയിൽ പൂർത്തിയാക്കുന്നു.
ഇതിൽ നിന്നും കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ച് അധ്യാപകന് ഒരു ഐഡിയ ലഭിക്കുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. ഏതെല്ലാമായിരുന്നു? റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് developed by Hermann Rorschach, thematic apperception test developed by Morgan and Murray, next word association test developed by CGU, next children apperception test developed by Leopold Bellac, last one sentence completion test. Next നമുക്ക് ഇതോടനുബന്ധിച്ച് മുൻ ടെസ്റ്റുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. The tool best suited for evaluating affective domain of behavior. A. Checklist. B. Observation. C. Both 1 and 2. D. None of this. Answer C. Both 1 and 2. Second question. Which of the following techniques is used to educational surveys? A. Tests. B. Interview. C. Questionnaire. D. All of this. Answer A. Tests. Question number 3. The objective of evaluation. A. To promote children to higher classes. B. To know what the children have learned. C. To know about the learning difficulties of children. D. All of this. Answer D. All of this. Question number 4. Samson was selected to the Kerala's cricket team from his institution. Name the record kept in the school which is most suitable to mark this achievement of Samson. A. Cumulative record. B. Progress record. C. Anecdotal record. D. Promotion record. Answer A. Cumulative record. Next question number 5. സമൂഹമിതി സോഷ്യോമെട്രി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് JL മൊറീനോ. Question number 6. എക്സലൻറ്റ്, വെരി ഗുഡ്, ആവറേജ് എന്നീ വാക്കുകൾ പ്രധാനമായും കണ്ടുവരുന്നത് A. സർവേയിൽ, B. ഇൻ്റർവ്യൂവിൽ, C. റേറ്റിംഗ് സ്കെയിലിൽ, D. അനക്ഡോട്ടലിൽ. ആൻസർ C. റേറ്റിംഗ് സ്കെയിലിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിലയിരുത്താനായി വികസിപ്പിച്ചെടുത്ത അളവുരീതി സോഷ്യോമെട്രി അല്ലെങ്കിൽ സമൂഹമിതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല, ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചർ തീരുമാനിച്ചു. ഏതു മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും ഇതിനെ അവലംബിക്കേണ്ടത്? A. അഭിമുഖം, B. നിരീക്ഷണം, C. സഞ്ചിതരേഖ, D. കേസ് സ്റ്റഡി. ആൻസർ D. കേസ് സ്റ്റഡി. താഴെ പറയുന്നവയിൽ കേസ് സ്റ്റഡിക്ക് വിധേയമാക്കാവുന്നത് ആരെയാണ്? A. അപസമായോജിതരെ, B. മന്ദബുദ്ധികളെ, C. പ്രതിഭാശാലികളെ, D. ഇവരെയെല്ലാം. ആൻസർ D. ഇവരെയെല്ലാം. നെക്സ്റ്റ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയുടെ പഠന വികസന പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മവും സമഗ്രവുമായ എല്ലാ വിവരങ്ങളും അറിയുവാൻ കഴിയുന്ന ഒരു വിവരണം തയ്യാറാക്കണമെങ്കിൽ ഏതു തരം രീതിയാണ് ആശ്രയിക്കുക? A. ഉപാഖ്യാന രീതി, B. സഞ്ചിതരേഖ, C. നിരീക്ഷണം, D. ഇൻവെൻട്രി. ആൻസർ B. സഞ്ചിതരേഖ. നെക്സ്റ്റ്. പഠിതാക്കളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട സമായോജനവും അപസമായോജനവുമായ കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി ക്രമീകൃതമായ രീതിയിൽ തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ സമാഹാരത്തെ എന്തു വിളിക്കുന്നു? A. ചെക്ക് ലിസ്റ്റ്, B. സർവേ, C. ഇൻവെൻട്രി, D. അനക്ഡോട്ടൽ. ആൻസർ C. ഇൻവെൻട്രി. നെക്സ്റ്റ്. പഠിതാക്കളെ സമഗ്രമായി വിലയിരുത്തുന്നതിനു വേണ്ടി തുടർച്ചയായി ദീർഘകാലം നിരീക്ഷിച്ചും പരീക്ഷിച്ചും രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ശിശു പഠന ഉപകരണമാണ് A. അനക്ഡോട്ടൽ, B. സഞ്ചിതരേഖ,
C. Rating scale. D. Survey. Answer B. സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്. നെക്സ്റ്റ്, അബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും പ്രായോഗികമായ തന്ത്രമാണ് എ. സാഹചര്യ പരീക്ഷകൾ. ബി. വ്യക്തിപഠനം. സി. പ്രക്ഷേപണ പ്രവിധി. ഡി. ചെക്ക് ലിസ്റ്റ്. ആൻസർ സി. പ്രക്ഷേപണ പ്രവിധി. പ്രക്ഷേപണ പ്രവിധി മീൻസ് പ്രക്ഷേപണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്. നെക്സ്റ്റ്, ആദ്യത്തെ ഇൻവെൻറ്ററി ആവിഷ്കരിച്ചത് R.S. വുഡ്വർത്ത്. പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ് ആദ്യത്തെ ഇൻവെൻറ്ററി. നെക്സ്റ്റ്, ഏറ്റവും പ്രസിദ്ധമായ വ്യക്തിത്വ ഇൻവെൻറ്ററി മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി MMPI. ക്വസ്റ്റ്യൻ നമ്പർ 16. വ്യക്തിത്വ സവിശേഷതകളായ ബഹിർമുഖത, അന്തർമുഖത, സാമൂഹിക ബോധം, ഏകാന്തതാ ബോധം എന്നിവ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഉപകരണമാണ് അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. നെക്സ്റ്റ്, നാഡീവൈകല്യ പ്രവണതകൾ അളക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഇൻവെൻറ്ററി ഐസങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി EPI. വ്യവഹാര വൈകല്യങ്ങൾ അളക്കാൻ വേണ്ടി CG യൂങ് ആവിഷ്കരിച്ച ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. നെക്സ്റ്റ്, 3 വയസ്സിനും 11 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടി ബെല്ലാക് വികസിപ്പിച്ചെടുത്ത ടെസ്റ്റ് ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20. അധ്യാപകന് കുട്ടിയോട് ഗാഠമായ സാമീപ്യം ലഭ്യമാക്കുന്ന വ്യക്തിത്വ പഠന തന്ത്രം അഭിമുഖം. നെക്സ്റ്റ്, ചോദ്യങ്ങൾ നേരത്തെ ആസൂത്രണം ചെയ്യാതെ സന്ദർഭത്തിനനുസരിച്ച് നടത്തുന്ന അഭിമുഖം അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ചോദ്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തയ്യാറാക്കുന്ന അഭിമുഖം ആസൂത്രിത അഭിമുഖം സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ചോദ്യങ്ങൾ നേരത്തെ തീരുമാനിക്കുകയും എന്നാൽ സന്ദർഭത്തിനനുസരിച്ചും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അഭിമുഖം അർദ്ധ ആസൂത്രിത അഭിമുഖം. ഒരു കടലാസിൽ മഷി കുടഞ്ഞിട്ട് അതിനെ 2ആയി മടക്കിയാൽ കിട്ടുന്ന മഷിയൊപ്പ് രൂപം ഉപയോഗിച്ചുള്ള പരീക്ഷയാണ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. പ്രകരണ സംപ്രത്യക്ഷ പരീക്ഷ തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റിൻ്റെ നിർമ്മാതാവ് A.H. മുറി. ഒരു വ്യക്തി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വ്യവഹാരത്തെ മൂല്യനിർണ്ണയം ചെയ്യുന്ന രീതി സിറ്റുവേഷണൽ ടെസ്റ്റ്. നെക്സ്റ്റ്, ദ MMPI യൂസ്ഡ് ടു അസസ് A. memory, B. intelligence, C. personality, D. creativity. Answer C. personality. Next, Ambili teacher got the flowing diagram while analyzing her student's sociogram. Which type of relation is reflected here? A. stars, B. cliques, C. mutuals, D. isolates. Answer B. cliques. അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ് നമ്മൾ പഠിച്ചത്. യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.